നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിനക്കെന്താ അവളോട് കയറി മിണ്ടിയ? നീ അവളുടെ അമ്മയല്ലേ? അതെ, അമ്മയാ. അതുകൊണ്ട് തന്നെയാ മിണ്ടാത്ത. അവൾക്കെന്താ എന്നോട് മിണ്ടിയാല്? നന്ദിത, ഇതിന്റെ പേര് പിടിവാശിന്നല്ല, മണ്ടത്തരം ഒന്നാ. നിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ? അവളോട് സംസാരിക്കാൻ, അടുത്തിടപഴകാൻ, അവളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടാക്കാൻ. എന്നിട്ട് നീ എന്താ ഈ കാണിക്കുന്നേ? സ്ഥാനം ഉണ്ടാക്കുകയല്ല ചേച്ചി വേണ്ടത്, അത് ഉണ്ടാവുകയാണ്. അങ്ങനെയൊന്നും അവരുടെ മനസ്സിലില്ലാത്തടത്തോളം കാലം ഞാൻ പിന്നെ എന്ത് വേണമെന്നാ? കഷ്ടം. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഈ നശിച്ച ഈഗോ ഒരിക്കലും മാറില്ല. അത് മാറാതെ നീ നന്നാവൂല്ല. ശപിച്ചോ? കൊതി തീരെ ശപിച്ചോ? ഇനി ചേച്ചിയുടെ ശാപം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ശപിച്ചതല്ല മോളെ, സങ്കടം കൊണ്ട് പറഞ്ഞതാ. നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എത്രയൊക്കെ വിചാരിച്ചാലും എനിക്ക് ഞാനല്ലാതാവാൻ പറ്റില്ല ചേച്ചി. ഈ പറഞ്ഞതിന്റെ പേരാ ഈഗോ. ഞാൻ എന്ന ഈ ചിന്ത. നിന്റെ മകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി നീ അത് ഉപേക്ഷിച്ചേ പറ്റൂ നന്ദിതേ. ജീവൻ പോലും ഉപേക്ഷിക്കാൻ തയ്യാറായ മാനസിക അവസ്ഥയിലാണ് ഞാൻ. എടി, അതുകൊണ്ട് എന്താ കാര്യം? ഇപ്പൊ നീ പിന്മാറിയാൽ അത് നിന്റെ മകളുടെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവായിരിക്കും. ചന്ദ്രൻ പോലും നിന്നെ വെറുക്കും, ശപിക്കും. മോശം കിട്ടാതെ ഇനിയുള്ള മുഴുവൻ ജന്മങ്ങളും നീ അലയും. എന്തിനാ നന്ദിതേ ദൈവം വരദാനമായി തന്ന ഈ ജീവിതം അറിഞ്ഞുകൊണ്ട് നീ നശിപ്പിച്ചു കളയുന്നേ? നിനക്ക് ജീവിച്ചൂടെ? എന്തിന്? ആർക്ക് വേണ്ടി? ആരെ ബോധിപ്പിക്കാൻ? ആരെയും ബോധിപ്പിക്കാനല്ല, നിനക്ക് സ്വയം ബോധ്യപ്പെടാൻ. ഫോൺ ചെയ്തത് ഞാനാണെങ്കിലും നിന്നെ വിളിച്ചു വരുത്തിയത് ഞാനല്ല, നിന്റെ മോള. അവളോട് നീ നീതികേട് കാണിക്കരുത്. അവൾ എന്നെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ചേച്ചിക്ക് ഇപ്പം മനസ്സിലായില്ലേ? അപമാനിക്കാൻ, കുത്തി നോവിക്കാൻ, ആത്മഹത്യയിലേക്ക് എന്നെ തള്ളിവിടാൻ. എന്നോട് ഈ ചെയ്ത പ്രതികാരമൊന്നും അവൾക്ക് മതിയായിട്ടില്ല. ഇനി എന്റെ പുക കണ്ടേ അവൾ അടങ്ങും. ഒക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ മോളെ. അവളുടെ ഉള്ളു മുഴുവൻ നിന്നോടുള്ള സ്നേഹം. നീ അവളെ സ്നേഹിക്കുന്നതിന്റെ 1000 ഇരട്ടി അവള് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം പൊതിഞ്ഞു വെക്കാനുള്ളതല്ല, പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് ചേച്ചിയല്ലേ അന്ന് ഫോൺ ചെയ്തപ്പോ പറഞ്ഞത്. കൊടുത്താൽ മാത്രമേ എന്തും തിരിച്ചു കിട്ടൂ. അവൾ എന്തെങ്കിലും കാണിച്ചോട്ടെ, അവളുടെ പ്രായം അതാ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഒരുപാട് സമയമെടുക്കും. പക്ഷേ നീ അങ്ങനെയാണോ? ഭാര്യയാ, അമ്മയാ, ഒരു കുടുംബത്തെ സ്നേഹിച്ചും വിശ്വസിച്ചും മുന്നോട്ട് കൊണ്ടുപോകേണ്ടവളാ. ആ നിനക്ക് പിഴച്ച എല്ലാം തകരും മോളെ. ഈ പറഞ്ഞതൊക്കെ പെണ്ണിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ? ഇക്കാര്യത്തിൽ ചന്ദ്രൻ ഇനി എന്ത് ഉത്തരവാദിത്വ കാണിക്കേണ്ടേ? നീ അവനെ ഇറക്കി വിട്ടപ്പോ, അപമാനിച്ചപ്പോ, അവന്റെ ആണത്തത്തെ ചോദ്യം ചെയ്തപ്പോ എല്ലാം സഹിച്ചവൻ നിന്നില്ലേ? ആത്മഹത്യ ചെയ്യാതെ പ്രതീക്ഷയോടെ നിനക്ക് വേണ്ടി ജീവിച്ചില്ലേ? നീ ആവശ്യപ്പെട്ട നിന്റെ സൗഭാഗ്യം തിരിച്ചു കൊണ്ടുവന്നില്ലേ? ഇനി അവൻ എന്താ വേണ്ടേ? അപ്പോ തെറ്റുകാരി ഞാൻ മാത്രമല്ലേ എന്ന് ഞാൻ പറയില്ല. തിരുത്താൻ കഴിയാത്ത ഒരു തെറ്റും ഭൂമിയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷെ തിരുത്തണം, തിരുത്തിയേ പറ്റൂ. സർവവും മറന്ന് നീ അവളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. സ്നേഹത്തിന് മുന്നിൽ കാടിളക്കി വരുന്ന വന്യമൃഗങ്ങൾ പോലും കീഴടങ്ങുന്നില്ലേ? പിന്നെയാണോ നീ പ്രസവിച്ച നിന്റെ സ്വന്തം കുഞ്ഞ്? അവൾക്കിപ്പോ വേണ്ടത് ഒരു രക്ഷകർത്താവിന്റെ ശാസനയല്ല,
ഒരമ്മയുടെ കരുതല. അവള് കൊതിക്കുന്നത് നിയന്ത്രിക്കാൻ ഒരു യജമാനനെയല്ല, കൂടെ നിന്ന് തലോടാൻ ഒരു കൂട്ടുകാരിയാണ്. നിനക്കതാവാൻ കഴിഞ്ഞ നീ ജയിച്ചു, എന്നേക്കുമായി ജയിച്ചു. കഴിയാതെ പോയാ ചേച്ചി, ചേച്ചി ചേച്ചി ഇത്രയ്ക്ക് പാവമായി പോയല്ലോ. ചേച്ചി, ഇത് ഒന്നാം തരം ഒത്തുകളിയാ. ആദ്യം മോളെയും കൊണ്ട് ഭർത്താവ് വന്നു, പിന്നെ ഭാര്യ വന്നു. അവര് കുടുംബമായിട്ട് ഇവിടെ ഇടിച്ചു കയറി താമസിക്കാൻ ആസൂത്രിതമായി നടത്തിയ പദ്ധതിയായത്. ഈ അടിയും പിണക്കമൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു ടെക്നിക്കാ. ഇതിന്റെ എല്ലാം പിന്നിലുള്ള ബുദ്ധി ആരുടേതാന്ന് ചേച്ചിക്ക് മനസ്സിലായോ? ആ കാവേരി തള്ളയുടേത്. ചേച്ചിക്കെതിരെ അവർക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പൊ അവര് കണ്ടുപിടിച്ച കുറുക്ക് വഴിയായത്. കണ്ടില്ലേ, ഈ വന്ന നന്ദിത അവരും തമ്മിൽ ഭയങ്കര ഗുലാനാ. ചേച്ചി നോക്കിക്കോ, ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ഒടുക്കൻ ചേച്ചിയും സാറും ഞാനും ഈ വീട്ടിൽ നിന്ന് പുറത്താ. അവര് നമ്മുടെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. എന്നാ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം. കാണാനൊന്നുമില്ല ചേച്ചി. ഇപ്പൊ സംഘബലത്തിലും അംഗബലത്തിലും അവരാ മുന്നില്. നമ്മൾ ചുമ്മാ ചെന്നങ്ങ് തോറ്റു കൊടുത്താ മതി. സിന്ധു, ചേച്ചി എന്റെ പേര് വിളിച്ച് കളിച്ചിട്ട് ഒരു കാര്യമില്ല. നടക്കാൻ പോകുന്ന സംഭവങ്ങളാ ഞാൻ പറഞ്ഞത്. ഇപ്പോഴേ ചേച്ചി മുൻകരുതലെടുത്താൽ ചേച്ചിക്ക് കൊള്ളാം. ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? അജയ് സാർ വരുമ്പോ ചേച്ചി സാറിനോട് കാര്യത്തിന്റെ ഗൗരവങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് അവരെ പുറത്താക്കാൻ സംയുക്തമായിട്ടൊരു വഴി കണ്ടെത്ത്. അജയേട്ടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെന്താ? ആ മനുഷ്യന് കുബുദ്ധിയൊന്നും അറിയില്ല സിന്ധു. നേരെ വാ, നേരെ പോ എന്ന ഒറ്റ ചിന്തയുള്ളൂ. പഞ്ചപാവോ അത്. ഓ, ലോക തോൽവി. കഷ്ടം തന്നെ. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, അവരിവിടുന്ന് തുരത്താൻ എന്താ വഴിയെന്ന് ആലോചിക്കുമായിരുന്നു. ചേച്ചിയെ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ? നിനക്ക് മാത്രമേ ഉള്ളൂ സിന്ധു ഈ ഭൂമിയിൽ എന്നോട് സ്നേഹം. ദൈവ നിന്നെ എനിക്ക് തന്നത്. ഈ ജന്മം ഞാൻ നിന്നെ മറക്കില്ല. നീ വിഷമിക്കണ്ട. ഏതായാലും അജയേട്ടനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒത്തു. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ പോയി. മൈഥിലി, മോളെ മൈഥിലി, മോളെ. എന്നാ ഇതൊന്ന് ഫ്രിഡ്ജ് വെക്കേ. നിനക്ക് ഇഷ്ടപ്പെട്ട വാനില ഐസ്ക്രീമാ. എനിക്കൊന്നും വേണ്ട. എന്താ എന്തു പറ്റി മോളെ? ഈശ്വര, കുഴപ്പമായോ? ആ ലവലാതി ചെറ്റ സിന്ധു അങ്ങനെ വല്ലതും വാതുറന്ന് പറഞ്ഞു. കുഴവായി. മോളെ, മോളെ, എന്തുവാ മോളെ ഇത്? എന്തുവാ പ്രശ്നം? പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എന്താ നിങ്ങൾ പരിഹരിക്കോ? നീ ആദ്യം കാര്യം പറ. നിങ്ങളോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നെ ചതിക്കരുത്, എന്റെ കൂടെ നിൽക്കണമെന്ന്. എന്നിട്ട് നിങ്ങൾ അനുസരിച്ചോ?
നിങ്ങൾ ഒത്തു കളിക്കായിരുന്നല്ലേ?